Hi all, welcome to ONCE Introduction to Mechanical and Civil Engineering Module 4 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പം അതിൽ തന്നെ ബ്രിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സബ്ജക്ട് കോഡ് GCE-ST 104 ആണ്. ഈ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് വരുന്നത് 4 ക്രെഡിറ്റ് ആണ് ഈ സബ്ജക്റ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ ബ്രിക്ക് എന്താണെന്ന് നോക്കാം. ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ബ്രിക്ക്. കോമൺലി യൂസ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ബ്രിക്ക്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലേ മോൾഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ക്ലേ പ്രിപ്പയർ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ആ ക്ലേനെ നമ്മളൊരു മോൾഡിലേക്ക് പരത്തി, മീൻസ് ആ മോൾഡിലേക്ക് കൊടുത്ത് റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു മോൾഡിൽ കൊടുത്ത് പിന്നെ അതിനെ ഡ്രൈ ചെയ്ത് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ബ്രിക്കാക്കി മെയ്ഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പ്രിപ്പയർഡ് ബൈ മോൾഡിങ് ക്ലേ ഇൻ റെക്ടാങ്കുലർ ബ്ലോക്സ്, യൂണിഫോം സൈസ് ആൻഡ് ദെൻ ഡ്രൈയിങ് ആൻഡ് ബേണിങ് ദീസ് ബ്ലോക്ക്. അപ്പം അതിന് ആദ്യം തന്നെ ക്ലേനെ എടുത്ത്, മീൻസ് ക്ലേനെ പ്രിപ്പയർ ചെയ്ത് അതിനെ നമ്മൾ ആ ഒരു മോൾഡിലേക്ക്, ഒരു റെക്ടാങ്കുലർ മോൾഡിലേക്ക് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിനെ ഡ്രൈ ചെയ്ത് പിന്നെ അതിനെ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ബ്രിക്കായിട്ട് മേക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ബ്രിക്കിൽ നമ്മൾ ചെയ്യേണ്ട ഫീൽഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ അബ്സോർപ്ഷൻ ടെസ്റ്റ് ഓൺ ബ്രിക്കിന്റെ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു കുറച്ച് ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഡ്രൈ വെയിറ്റ് ആദ്യം എടുക്കുക. അതിന്റെ ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിനെ 24 hours വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അപ്പം അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആ ഒരു വെറ്റ് വെയിറ്റ് ഉണ്ടാവില്ല, അത് ആ 24 hours കഴിയുമ്പോൾ അത് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ വെറ്റ് വെയിറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ രണ്ടിനും ഡിഫറൻസ് നോക്കാം, ഡ്രൈ വെയിറ്റും വെറ്റ് വെയിറ്റിനും ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പം അത്രയും ഡിഫറൻസിലാണ്, ആ ഒരു വെയിറ്റിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ആണ് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അബ്സോർപ്ഷൻ ടെസ്റ്റ് ഇസ് കണ്ടക്ടഡ് ഓൺ ബ്രിക്ക് ടു ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ്ഡ് ബൈ ദി ബ്രിക്ക് അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ്. എത്ര മോയ്സ്ചർ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രീം കണ്ടീഷൻസ് ആണെങ്കിൽ പോലും എത്രയാണ് ആ ഒരു ബ്രിക്ക് വാട്ടർ അബ്സോർബ് ചെയ്യണമെന്ന് അറിയാനാണ് നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യണേ, ബ്രിക്ക് എടുത്തു, ബ്രിക്കിനെ വെയിറ്റ് നോക്കി, അതിന്റെ സാമ്പിൾ ഡ്രൈ ബ്രിക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് അതിന്റെ വെയിറ്റ് നമ്മൾ എത്രയാന്ന് നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് അത് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ വെള്ളത്തിൽ ഫുള്ളി ഇമേഴ്സ് ചെയ്ത് വെക്കുക 24 hours നമ്മൾ അതിനെ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പിന്നെയും വെയിറ്റ് നോക്കാം, വെറ്റ് ബ്രിക്കിന്റെ വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ഡിഫറൻസ്, വെറ്റ് ബ്രിക്കിന്റെയും ഡ്രൈ ബ്രിക്കിന്റെയും ആ വെയിറ്റിലുള്ള ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ആൻഡ് വെറ്റ് ബ്രിക്സ് will give the amount of water absorption. ആ ഒരു ഡിഫറൻസ് ആണ് അതിന്റെ amount of water absorption എത്രയാണെന്ന് കിട്ടാം. ഇനി for a good quality brick the amount of water absorption should not exceed 20% of weight of dry brick. ഒരു നല്ലൊരു ബ്രിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വാട്ടർ അബ്സോർപ്ഷന്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈ വെയിറ്റിന്റെ 25%-നേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഷുഡ് നോട്ട് എക്സീഡ് 25%. മൊത്തം ആ ഒരു ഡ്രൈ വെയിറ്റിന്റെ ഒരു 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സീഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുഡ് ബ്രിക്കാണ്, ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രിക്കാണെന്ന് നമുക്ക് പറയാം. ഇതാണ് അബ്സോർപ്ഷൻ ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് അതിന്റെ ഹാർഡ്നെസ് ടെസ്റ്റ്. ഇപ്പൊ ബ്രിക്കിന്റെ ഹാർഡ്നെസ് നോക്കാൻ വേണ്ടിയിട്ട്, എത്ര അത് ഹാർഡൻ ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്രിക്ക് എടുക്കുക, നമ്മൾ ജസ്റ്റ് നമ്മുടെ നെയിൽ വെച്ചിട്ട്, നമ്മുടെ നഖം വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള വല്ല എന്തെങ്കിലും മെറ്റലിന്റെ റോഡോ അതെന്തെങ്കിലും വെച്ചിട്ട് അതിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ബ്രിക്കും എന്തെങ്കിലും ഇംപ്രഷൻ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് അല്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാ, സ്ക്രാച്ചിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇത് എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും അതിൽ ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് മീൻസ് എന്തെങ്കിലും ഇംപ്രഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ബാഡ് അപ്പിയറൻസ് ആയിരിക്കും ആ ഒരു ബ്രിക്കിന്റെ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഹാർഡ്നെസ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഹാർഡ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് എന്താ, ഷാർപ്പ് ടൂള്, അതായത് എന്തെങ്കിലും മെറ്റലിന്റെ ടൂൾസോ അല്ലെങ്കിൽ നമ്മുടെ നഖം തന്നെ, നെയിൽ തന്നെ യൂസ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്യാം. ഷാർപ്പ് ടൂളോ അല്ലെങ്കിൽ ഫിംഗർ നെയിലോ വെച്ചിട്ട് അതിൽ സ്ക്രാച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ സ്ക്രാച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് ഇംപ്രഷൻ ഒന്നും വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹാർഡ്നെസ്, നല്ലൊരു ഹാർഡ്നെസ് ഉള്ള ഒരു ബ്രിക്കാന്നുള്ള അതിന്റെ മീനിങ്. ഇപ്പം നോ സ്ക്രാച്ച് ഇംപ്രഷൻ ഓൺ ദി ബ്രിക്ക് ഇറ്റ് സൈഡ് ഹാർഡ് ബ്രിക്ക് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം അതാണ് അതിന്റെ ഹാർഡ്നെസിന്റെ ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റ് ഓഫ് ബ്രിക്ക്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ ആ ഒരു ഷേപ്പ് യൂണിഫോം ആയിട്ടുള്ള സൈസ് ആണോ, ഷേപ്പ് കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണോ, മറ്റേ അറ്റത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ് ആൻഡ് സൈസ് ടെസ്റ്റ് ഓൺ ബ്രിക്ക്. ഇപ്പോൾ ഫീൽഡിൽ തന്നെ നമുക്ക് കുറച്ചധികം ബ്രിക്ക് എടുത്തിട്ട് അതിനിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്കത് നോക്കുമ്പോൾ തന്നെ, ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഷേപ്പും സൈസും ഏകദേശം
മീൻസ് റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്, സൈസ് കറക്റ്റ് എല്ലാത്തിൻ്റെ ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിൽ ചെയ്യുമ്പോൾ അൺഈവൻ ആയിട്ടുള്ള സൈസ്, അൺഈവൻ ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ആകുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, മീൻസ് ഒരു ബെറ്റർ അപ്പിയറൻസ് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം അതിൽ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ബ്രിക്ക് ആർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ. ഓൾ ബ്രിക്സ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഷുഡ് ബി ഓഫ് സെയിം സൈസ്. കാണുമ്പോൾ തന്നെ ഒരു സെയിം സൈസിലും ഷേപ്പും ഏകദേശം റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കണം. ഷുഡ് ബി ഓഫ് സെയിം സൈസ്, ഇന്ത്യ ഷുഡ് ബി പ്യുവർലി റെക്ടാങ്കുലർ വിത്ത് ഷാർപ്പ് എഡ്ജസ്. ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ളൊരു റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കണം. ഇനി അത് നമ്മൾക്ക് ഇതിനെ ടെസ്റ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു 20 ബ്രിക്സ് റാൻഡംലി എടുത്തിട്ട് നമ്മൾ അതിനെ സ്റ്റാക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നു. റാൻഡംലി ഒരു 20 ബ്രിക്സ് എടുത്തിട്ട് അതിനെ സ്റ്റാക്ക് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ലെങ്ത്തും, അതായത് കറക്റ്റ് ആയിട്ട് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വൈസ് അതിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസും ഷേപ്പും ഏകദേശം യൂണിഫോം ആണെന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് കളർ ടെസ്റ്റ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിന്റെ കളർ ടെസ്റ്റ്. അപ്പൊ ഒരു ഗുഡ് ബ്രിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു യൂണിഫോം ആയിട്ടുള്ള, അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കണം. അപ്പൊ അതേപോലെ ഒരു അൺഈവൻ ആയിട്ടുള്ള, അതായത് ഓവറായിട്ട് ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു കളറൊന്നും ആയിരിക്കരുത്, യൂണിഫോം ആയിട്ടുള്ള, ഒപ്പം തന്നെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കണം അതിന്റെ ത്രൂ ഔട്ട്സ്. ആ ഒരു ബ്രിക്ക് ത്രൂ ഔട്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് കളർ ആയിരിക്കണം. നെക്സ്റ്റ് അതിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 2 ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ റാൻഡംലി സ്ട്രക്ക് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ബെൽ റിംഗിങ് സൗണ്ട് ആയിരിക്കും ഉണ്ടാവണം. ഒപ്പം തന്നെ അത് ക്രാക്ക് വരാൻ പാടില്ല. 2 ബ്രിക്ക് എടുത്ത് നമ്മൾ അതിനെ സ്ട്രക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ റിംഗിങ് സൗണ്ട് ആയിരിക്കും കേൾക്കേണ്ടത്, അല്ലാതെ മറ്റേ ഒരു ഡൾ സൗണ്ട് അല്ല, ഒരു ബെൽ റിംഗിങ് സൗണ്ട് കേൾക്കണം. ഒപ്പം തന്നെ അതിൽ ക്രാക്ക് ഫോം ചെയ്യാൻ പാടില്ല. ഇനി സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഡൻ ആയിട്ടുള്ള ഇമ്പാക്ട് വരുമ്പോൾ അതിൽ എന്തൊക്കെ മീൻസ് കുഴപ്പമൊന്നും ഉണ്ടാവണില്ലല്ലോ, ആ ഒരു ബ്രിക്കിൽ സഡൻ ആയിട്ടൊരു ഇമ്പാക്ട് വരുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഇൻ ദിസ് ടെസ്റ്റ് 2 ബ്രിക്സ് ആർ ചൂസൺ റാൻഡംലി ആൻഡ് സ്ട്രക്ക് വിത്ത് വൺ അനദർ. 2 ബ്രിക്ക് നമ്മൾ റാൻഡം ആയിട്ട് എടുത്തു, ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ സ്ട്രക്ക് ചെയ്യാണ്, രണ്ടും കൂടെ സ്ട്രക്ക് ചെയ്യാണ്, സ്ട്രക്ക് വിത്ത് വൺ അനദർ. ദെൻ സൗണ്ട് പ്രൊഡ്യൂസ് ഷുഡ് ബി ക്ലിയർ ബെൽ റിംഗിങ് സൗണ്ട്. ഒരു ബെൽ റിംഗിങ് സൗണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു ബെൽ റിംഗിങ് സൗണ്ട് ആയിരിക്കണം. ഒപ്പം തന്നെ ഷുഡ് നോട്ട് ബ്രേക്ക്, പൊട്ടാനും പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു ഗുഡ് ബ്രിക്ക് ആണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ബ്രിക്ക്. സ്ട്രക്ചർ ഓഫ് ബ്രിക്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ റാൻഡം ആയിട്ടൊരു ബ്രിക്ക് എടുത്തിട്ട് അതിനെ പൊട്ടിച്ച് നോക്കുമ്പോൾ, മീൻസ് അതിനെ ക്രാക്ക് മുറിച്ച്, മീൻസ് അതിനെ താഴേക്ക് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ പോർഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിയർലി, അതായത് ഹോമോജീനിയസ് ആയിട്ടായിരിക്കണം കാണേണ്ടത്. ഇപ്പോൾ നമ്മളെ ഒരു ബ്രിക്കിന്റെ സ്ട്രക്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിക്കിൽ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇന്നർ പോർഷൻ നോക്കുമ്പോൾ, ഇന്നർ സ്ട്രക്ചർ നോക്കുമ്പോൾ അത് യൂണിഫോം ആയിട്ടുള്ള, കാണുമ്പോൾ ഒരു ഗുഡ് അപ്പിയറൻസിൽ നിൽക്കണം. പിന്നെ അതിൽ ലംസും അതേപോലെ തന്നെ ചെറിയ ചെറിയ പോർസും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. യൂണിഫോം ആയിട്ടുള്ള, അല്ല ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു, കാണുമ്പോൾ ഹോമോജീനിയസ് ആയിട്ട് ഇരിക്കണം. ഫ്രീ ഫ്രം ലംസ് ആയിരിക്കണം, ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കണം അതിന് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് എഫ്ലോറസൻസ് ടെസ്റ്റ് ഓൺ ബ്രിക്ക്. എഫ്ലോറസൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ബിൽഡിങ്ങിൽ നമ്മൾ ഒരു ഗുഡ് ബ്രിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സോൾട്ട് കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ സോൾട്ട് കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ഈ എഫ്ലോറസൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എഫ്ലോറസൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രിക്കിനെ ഒരു 24 hours വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിനെ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറത്ത് വെള്ള കളർ പാട പോലെ, മീൻസ് ഒരു എഫ്ലോറസൻസ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ സോൾട്ട് ഉണ്ടെന്നാണ്. സോൾട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതൊരു ഗുഡ് ബ്രിക്ക് അല്ല, മീൻസ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബ്രിക്ക് അല്ല, സോൾട്ട് കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി സോല്യൂബിൾ സോൾട്ട്. സോൾട്ട് ഉണ്ടാവാൻ പാടില്ല. If the soluble salts are there, then it will cause efflorescence on brick surface. ബ്രിക്കിന്റെ സർഫസിലെ efflorescence ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇറ്റ് വിൽ കോസ് efflorescence വരുന്നത് സോലുബിൾ സോൾട്ട് കാരണമാണ്. ഇനി ടു നോ ദി പ്രസൻസ് ഓഫ് സോലുബിൾ സോൾട്ട് ഇൻ എ ബ്രിക്ക്, പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ വാട്ടർ ഫോർ 24 hours. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട്, എഫ്ലോറസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ 24 hours നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കാം, കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാം. ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, ആ ബ്രിക്കിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അതായത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് ഓർ ഗ്രേ കളർ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം then it contains soluble salt. നമുക്കിത് കൺസ്ട്രക്ഷന് യൂസ്ഫുൾ അല്ല, നോട്ട് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ. സോലബിൾ സോൾട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ അത് മീൻസ് ദ്രവിച്ച് തുടങ്ങും. അപ്പം അത് കാരണം ആ ബ്രിക്കിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മീൻസ് ആ ബ്രിക്കിന്റെ ഔട്ടർ സർഫസിൽ എന്തെങ്കിലും വൈറ്റ് ആയിട്ടുള്ള പാച്ചസോ അല്ലെങ്കിൽ ഫ്ലോറസൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം സോൾട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൺസ്ട്രക്ഷൻ അത് യൂസ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ബ്രിക്കിന്റെ ഫീൽഡ് ടെസ്റ്റ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ ആദ്യത്തെ ഫസ്റ്റ് ടെസ്റ്റ്
അബ്സോർപ്ഷൻ ടെസ്റ്റ് ആയിരുന്നു, വാട്ടർ അബ്സോർപ്ഷൻ എത്രയുണ്ടെന്നായിരുന്നു. പിന്നെ ഹാർഡ്നെസ് ടെസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഷേപ്പും സൈസും എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു. പിന്നെ കളർ ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് ബ്രിക്കിന്റെ ഇന്നർ സർഫസ് എങ്ങനെയാണ്, പിന്നെ അതിന്റെ എഫ്ലോറസെൻസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം ആ ഒരു വെള്ള കളർ പാച്ചസ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ സോലുബിൾ ആയിട്ടുള്ള സോൾട്ട് ഉണ്ടെന്നാണ്. അത് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ബ്രിക്കിന്റെ ഫീൽഡ് ടെസ്റ്റുകളാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത സെഷനിൽ കാണാം. താങ്ക്